അങ്ങനെ നമ്മുടെ സുധീഷ് നിധിനെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോയി വിടാൻ പോണ സമയത്ത് നമ്മുടെ സുധീഷ് അവനെ പറ്റി വലുത് പറയണ്ട. ആ സമയത്ത് നമ്മുടെ നിധിക്ക് കേൾക്കുന്ന സമയത്ത് വണ്ടി ഓടിച്ചാൽ പോരാ, അതിൻ്റെ മീതെ ഈ തള്ളലും കൂടി ഞാൻ കേൾക്കണമല്ലോ എന്നൊക്കെ പറയണ്ട. അപ്പം നമ്മുടെ സുധീഷ് ആണെങ്കിൽ ആകെ ചമ്മിയിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും സുധീഷ് ആലോചിക്കേണ്ടി ഇപ്പം ഞാൻ ഈ വാച്ച് ഇങ്ങനെ ഇവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൾ പുറത്തേക്ക് എറിയോ, അതോ ഇവൾ എങ്ങനെ ഇതിപ്പോൾ സ്വീകരിക്കുക, ഞാൻ എൻ്റെ ഗിഫ്റ്റ് ഇവൾ സ്വീകരിക്കുമോ എന്നൊക്കെ എന്തെങ്കിലും വരട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ എന്തായാലും നമ്മുടെ സുധീഷ് വാച്ച് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിധി ഇങ്ങനെ തുറക്കുമ്പോൾ ഇത് എന്താ ചോദിക്കേണ്ടത്, എൻ്റെ വക ഒരു ഗിഫ്റ്റാണ്, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തിരിച്ച് തന്നെ എന്നൊക്കെ പറയുന്നത്. എന്തായാലും നമ്മൾ നീതി തുറക്കുന്ന സമയത്ത് അത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അവൾക്ക് വാച്ച്. ആ വാച്ച് പറഞ്ഞാൽ ഒരുപാട് താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട്. സമാധാനം, അവൾക്ക് ആ വാച്ച് ഇഷ്ടപ്പെട്ടില്ല. ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ആ കടയിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് കൊടുത്തിട്ട് പൈസ ആക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് മനസ്സിൽ മുണ്ടാതെ ഇരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ നീതി ജോലി സ്ഥലത്ത് ഇറങ്ങുന്നുണ്ട്. ജോലി സ്ഥലത്ത് പോയിട്ട് എല്ലാവരും അവൾക്ക് ഒരു സർപ്രൈസായിട്ട് കേക്കൊക്കെ മുറിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നീതിക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. 2 മാനേജർമാരും വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വെൽക്കം ടു ആ കമ്പനി എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ വന്ന സന്തോഷത്തിന് ആര് ഈ കമ്പനിയിൽ പുതിയതായി ജോയിൻ ചെയ്താലും ഞങ്ങളിവിടെ കേക്ക് മുറിക്കൽ പതിവാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും ജോലി സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടന് ഒട്ടും സഹിക്കാൻ പറ്റാതെ വിളിക്കുന്നുണ്ട്. നിധി മോളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവിടെ ആദ്യമായിട്ട് ജോലിക്ക് ചേർന്നതല്ലേ, അതുകൊണ്ട് ഞാൻ വിളിച്ചതാണ്. ഇല്ല സുഭാഷ് ഏട്ടാ, എനിക്കിവിടെ സന്തോഷമാണ്, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടാൽ മതി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ നികേഷും വിളിക്കുന്നുണ്ട്. നികേഷ് പ്രത്യേകമായിട്ട് ഈ കുഴപ്പമൊന്നുമില്ല, സുഖമല്ലേ ജോലിയൊക്കെ, ആടാ നല്ല സുഖമാണ്, എല്ലാവരും എനിക്ക് വേണ്ടി കേക്കൊക്കെ മുറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നികേഷിനോട് കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മുടെ സുധീഷ് വിളിക്കും. ഞാനൊന്ന് വിളിച്ച് നോക്കിയാലോ വിചാരിച്ച് സുധീഷ് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷിനോട് നീതി പറയുന്നുണ്ട്, ഒരിക്കലും വൈകുന്നേരം എന്നെ കൊണ്ടുവരാനാ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരരുത്, ഇവിടേക്ക് ഒരിക്കലും വരരുത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യേണ്ട, ഞാൻ വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തായാലും നമ്മുടെ നിധിനോട് ഫ്രണ്ടിനോട് ചോദിക്കും. ഫ്രണ്ട് പറയുന്നത്, നിങ്ങളെ കല്യാണം കഴിഞ്ഞതാണോ, ഇല്ല കണ്ട കല്യാണം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ നിധി പറഞ്ഞേ, ഇല്ല എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്, എനിക്ക് സംഭവിച്ചത് കല്യാണമല്ല, അത് ഒരു ഡ്രാമയല്ലേ, ഞാൻ ഇപ്പോൾ എന്തിനാ അവളോട് അത് പറയേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അവൾക്ക് മനസ്സിലൊരു കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട് അത് പറയാത്തതുകൊണ്ട്. പിന്നെ കാണിക്കുന്ന വൈകുന്നേരമായി അവൾ ഡ്യൂട്ടി മാറ്റി പോണ സമയത്ത് അവൾ ആ കൂട്ടുകാരിയും കൂടി ഇങ്ങനെ സംസാരിച്ച് പോണ സമയത്ത് അവളുടെ കയ്യിൽ നിന്ന് ബാഗ് തട്ടി വേണ്ടിയിട്ട് ഒരു സ്ത്രീ വന്ന് മുട്ടുന്നുണ്ട്. അപ്പോൾ ആ ബാഗ് അവളുടെ കയ്യിൽ നിന്ന് വീഴുന്നുണ്ട്. ആ സ്ത്രീ സോറിയൊക്കെ പറഞ്ഞ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഇവൾക്ക് ഈ സ്ത്രീനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഒരുപാട് പ്രാവശ്യം തിരിഞ്ഞു നോക്കുന്നുണ്ട്. പിന്നെയാണ് അവൾ ആലോചിക്കുന്നത്, നമ്മുടെ നികേഷിൻ്റെ അമ്മേനെ, നികേഷിൻ്റെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആൽബത്തിൽ ആ ഫോട്ടോ ഒക്കെ അവൾക്ക് ഓർമ്മ വന്നു, അവളല്ലേ, ഇത് ആ സ്ത്രീ അല്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് എന്തായാലും വീട്ടിൽ പോകുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ നികേഷ് ബസ് സ്റ്റോപ്പിൽ ഇവൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. നികേഷ് ഓരോന്ന് അവളുടെ കോളേജിലത്തെ കൾച്ചറൽ മീറ്റിൻ്റെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവൾക്ക് അതൊന്നും ശ്രദ്ധയില്ല. അവൾക്ക് ആ ഒരു സ്ത്രീ മുട്ടിയതും അത് മാത്രമേ അവളുടെ ഓർമ്മയിൽ വരുന്നുള്ളൂ. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.